മുനമ്പത്ത് ഭൂമി വാങ്ങിയ ആരെയും കുടിയൊഴിപ്പിക്കരുതെന്ന് മുസ്ലിം ലീഗ്. വഖഫ് നിയമം ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ലീഗ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ബാലഗോപാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നുണ്ട്. ബാലഗോപാൽ, വഖഫ് നിയമത്തിനെതിരായ നിയമ പോരാട്ടത്തിലാണ് മുസ്ലിം ലീഗ്. അതിലാണ് പക്ഷേ മുനമ്പത്തെ വിഷയം എത്രത്തോളം കേരളത്തിൽ ചർച്ചയായി എന്ന് വ്യക്തമാണ്. മുനമ്പത്ത് അങ്ങനെ ഒരു കുടിയൊഴിപ്പിക്കുക ആദ്യമേ ലീഗിന്റെ ഭാഗത്തു നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നതുമാണ്. എങ്ങനെയാണ് ഈ വഖഫ് നിയമം പ്രാബല്യത്തിൽ വരുത്തരുതെന്ന് ആവശ്യപ്പെടുകയും മുനമ്പത്ത് കുടിയൊഴിപ്പിക്കപ്പെടരുത് എന്ന് പറയുകയും ചെയ്തത്? അതിനെങ്ങനെയാണ് ഈ കോടതിയോട് സമീപിക്കുന്നത്? ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ പല നേതാക്കളും ഇക്കാര്യം അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും സുപ്രീം കോടതിയിൽ ഒരു ഹർജിയിൽ അത് പരാമർശിച്ചുകൊണ്ട് ലീഗിന്റെ ഔദ്യോഗിക നിലപാട് അതാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. വഖഫ് നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗിന് വേണ്ടി PK കുഞ്ഞാലിക്കുട്ടിയും അവരുടെ 4 MPമാരും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഹർജിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ മുനമ്പം വിഷയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നിയമനിർമ്മാണം കൊണ്ടുവന്നതെന്നാണ് കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി കിരൺ റിജിജു ഉൾപ്പെടെ ഈ പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള ലീഗിന്റെ നിലപാടെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് 2 ഖണ്ഡികകൾ ഈ മുനമ്പം വിഷയത്തെ സംബന്ധിച്ച് ലീഗ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇതാണ്: മുനമ്പത്ത് ഭൂമി വാങ്ങിയ ആരെയും കുടിയൊഴിപ്പിക്കരുതെന്നതാണ് തങ്ങളുടെ നിലപാടെന്നാണ് ലീഗ് പറയുന്നത്. അതായത് മുനമ്പത്ത് ഈ ഭൂമി വാങ്ങി അവിടെ ഇപ്പോൾ അവരുടെ ഈ പട്ടയ പ്രശ്നം ഉൾപ്പെടെ ഈ ഉടമസ്ഥാവകാശ പ്രശ്നം ഉൾപ്പെടെ നിലനിൽക്കുന്ന ആരെയും അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കരുതെന്ന പാർട്ടിയുടെ നയം പാർട്ടി സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2024 നവംബർ 1 സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ള മത നേതാക്കളുമായി ഈ വിഷയത്തിൽ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിലും ലീഗ് ആരെയും മുനമ്പത്ത് നിന്ന് കുടിയൊഴിപ്പിക്കരുതെന്ന കാര്യം പറഞ്ഞതൊന്നും ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും ഇതിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മുനമ്പം വിഷയത്തിൽ അന്തിമ പരിഹാരം ഉണ്ടാകുന്നതുവരെ ലീഗിന്റെ ഈ ശ്രമങ്ങൾ തുടരുമെന്നാണ് ഈ ഹർജിയിൽ പറയുന്നത്. ഈ പ്രശ്നത്തിന് രമ്യമായ പരിഹാരം കാണേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും ഈ ഹർജിയിൽ ലീഗ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സംസ്ഥാന സർക്കാർ എടുക്കുന്ന ഏത് നിലപാടിനും മുസ്ലിം ലീഗിന്റെ പിന്തുണ ഉറപ്പു നൽകുന്നുവെന്നാണ് ലീഗ് ഇക്കാര്യത്തിൽ പറയുന്നത്. ഹർജിയിൽ ഇങ്ങനെ ഒരു ഭാഗം കൂട്ടിച്ചേർക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ കേസ് സുപ്രീം കോടതിയിൽ വരുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന സോളിസിറ്റർ ജനറലും അറ്റോർണി ജനറലും ഒക്കെ മുനമ്പത്തെ ഈ വിഷയം ഈ കോടതിയിൽ ഉന്നയിക്കുവാനാണ് സാധ്യത. കാരണം മുനമ്പത്ത് ഇങ്ങനെ കാലാകാലങ്ങളായി ജീവിച്ചു വരുന്നവർക്ക് കുടിയൊഴിപ്പിക്കപ്പെടുന്ന വഖഫ് ഭൂമി എന്ന് പറഞ്ഞ് കുടിയൊഴിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ഉന്നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തടയിടുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഒരു രേഖാമൂലം കോടതിയെ അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് PK കുഞ്ഞാലിക്കുട്ടിയും 4 MPമാരും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ ഹർജിയിൽ തങ്ങളുടെ ലീഗിന്റെ നിലപാട് ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ദിബീഷ്, തീർച്ചയായിട്ടും സുപ്രീം കോടതിയിലേക്ക് സത്യവാങ്മൂലം നൽകിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി തന്നെ മുനമ്പം വിഷയം രമ്യമായി പരിഹരിക്കണം, അത് സംസ്ഥാനത്ത് തന്നെ പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്നും നേരത്തെ PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി എത്തുമ്പോഴും ആ സത്യവാങ്മൂലത്തിലൂടെ മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുകയാണ്.